ജനങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്, ധാരാളം ആവശ്യങ്ങളുണ്ട്. എല്ലാം ഒരിക്കലും സാധിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ആർക്കും ഒരു ധാരണയുമില്ല. പക്ഷേ എല്ലാവരുടെയും ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ, പരാതികൾ പരിഗണിക്കണം, പരിഗണിക്കാതെ പോകരുത്. ഈ ജനസമ്പർക്ക പരിപാടിയിൽ രണ്ട് കാര്യങ്ങളാണ് നിർബന്ധമുള്ളത്. ഒരാളുടെയും പരാതിയോ ആവശ്യമോ പ്രശ്നമോ പരിഗണിക്കാതെ പോകരുത്. രണ്ട്, ഏത് പരാതിയും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ? ഈ പരാതിക്കാരനെ എനിക്ക് എങ്ങനെയെങ്കിലും സഹായിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ സഹായിച്ചിരിക്കണം. സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ആ കാര്യകാരണ സഹിതം ആ പരാതിക്കാരനെ അറിയിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നിർബന്ധം. ആരെയും അവഗണിക്കാൻ പാടില്ല. ആരായിരുന്നാലും അവർക്ക് പരാതി പറയാൻ അവകാശമുണ്ട്, ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവസരമുണ്ട്. അത് പരിഗണിക്കേണ്ടത്, പരിശോധിക്കേണ്ടത്, പരിഗണിക്കേണ്ടത് അധികാരത്തിലിരിക്കുന്നവരുടെ അല്ലെങ്കിൽ ഓരോ സ്ഥാനത്തിരിക്കുന്നവരുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് നിറവേറ്റണം. അതുപോലെ തന്നെ നിഷേധാത്മകമായ സമീപനം പാടില്ല. പോസിറ്റീവായിട്ട് ചിന്തിക്കണം. എനിക്ക് ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. 6 ജില്ലകളിലെ ജനസമ്പർക്ക പരിപാടി പൂർത്തിയാക്കി പാലക്കാട് ജില്ലയിൽ വരുമ്പോൾ ജനസമ്പർക്ക പരിപാടിയിൽ ഉദ്യോഗസ്ഥരെടുക്കുന്ന സമീപനത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അത് 100% തൃപ്തികരമായ രീതിയിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തെ എന്തെങ്കിലും വിധത്തിൽ ഈ പരാതിക്കാരനെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ സാധിക്കുമോ എന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത, ആ ചിന്തയാണ് അധികാരത്തെയും ജനങ്ങളെയും തമ്മിൽ അടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണി. ജനങ്ങൾ പലപ്പോഴും അധികാരത്തെ വെറുക്കുന്നത്, അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അകലുന്നത് അവരുടെ ആവശ്യങ്ങളോടുള്ള നിഷേധാത്മകമായ സമീപനം കൊണ്ടാണ്. മറിച്ച് പോസിറ്റീവായി ചിന്തിക്കുക, ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുമോ? ആ ഒരു മനോഭാവം എല്ലാവരിലും ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു വലിയ മാറ്റമായിട്ട് കാണുകയാണ്. ഈ മുഴുവൻ ആളുകളെയും അലട്ടുന്ന മുഖ്യമായ പ്രശ്നം മുല്ലപ്പെരിയാർ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ തമിഴ്നാടുമായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് കേരളത്തിന്റെ യോജിച്ച സമീപനം. അതിനകത്ത് കേരളത്തിന് ഒറ്റ ശബ്ദമേ യോജിച്ച പ്രശ്നം. തമിഴ്നാടുമായി നമുക്ക് എന്നും നല്ല ബന്ധമാണ്. ആ ബന്ധം തുടരണം, ആ ബന്ധം തുടരും. പക്ഷെ അതിന് വ്യത്യസ്തമായ ചില നിർഭാഗ്യകരമായ സംഭവം നമ്മുടെ സംസ്ഥാനത്തും തമിഴ്നാട്ടിലും കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ വളരെ കർശനമായ നിലപാട് എല്ലാവരും എടുത്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയും
സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാക്കുന്നതിന് കേരളത്തിൽ അനുകൂലിക്കത്തില്ല. ഓൾ പാർട്ടി യോഗം കൂടി ഒരു സ്ഥലത്തിൽ അതിനുവേണ്ടി സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തു. കേരളത്തിൽ പോലീസ് കർശനമായ നടപടികൾ സ്വീകരിച്ചു. ചില സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിക്കേണ്ടി വന്നു. പൂർണ്ണമായും കാര്യങ്ങൾ നിയന്ത്രണത്തിന് വിധേയമായിട്ടു. തമിഴ്നാട്ടിലും നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായെങ്കിലും അവിടുത്തെ പോലീസും മറ്റുദ്യോഗസ്ഥരും അതൊക്കെ നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ എടുത്തതിൽ നമുക്ക് സന്തോഷമുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രി ഇറക്കിയ പത്രപ്രസ്താവന സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ പ്രസ്താവനയെ ഞാൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നിലനിൽക്കുന്ന സമാധാനപരമായ അന്തരീക്ഷം അത് നമുക്ക് തുടരണം. നല്ല അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പുതിയ ഡാം എന്ന് പറയുമ്പോൾ തമിഴ്നാടിന് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അതുപോലെ നൽകുന്നതിന് കേരളം തയ്യാറാണ്. അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആവശ്യം പോലെ തന്നെയാണ് തമിഴ്നാടിന് വെള്ളം കൊടുക്കും എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നാളെ ചേരുന്ന നിയമസഭ നമ്മുടെ ഈ നിലപാട് പൂർണ്ണമായും അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും. ഇത് രണ്ടും കേരളത്തിന്റെ ആവശ്യമാണ്, തമിഴ്നാടിന്റെ ആവശ്യമാണ് എന്ന നിലയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പരിഹാരം കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.